ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പണ്ട് ഒരേ സ്കൂളിൽ പഠിച്ചിരുന്ന 2 ആത്മമിത്രങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ അവർ ഒരു പച്ചക്കറിത്തോട്ടത്തിൽ കയറി ഓരോ പടവലങ്ങ മോഷ്ടിച്ചു. ആവേശത്തോടെ 2 സ്വന്തം വീടുകളിലേക്ക് ഓടി. ഒന്നാമത്തെ കുട്ടി പടവലങ്ങയുമായി എത്തിയപ്പോൾ അവൻ്റെ അമ്മ അത് സന്തോഷത്തോടെ വാങ്ങി മകന് രുചികരമായി കറി വെച്ച് നൽകി. മോഷണം ലാഭകരമായ ഒന്നാണെന്ന തെറ്റായ ചിന്ത ആ രുചിയിലൂടെ അവൻ്റെ മനസ്സിൽ ഉറച്ചുപോയി. എന്നാൽ 2ാമത്തെ കുട്ടിയുടെ അമ്മ അവനൊരു വലിയ പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ആ അമ്മ ആ പടവലങ്ങയോടൊപ്പം അല്പം കൈപ്പക്കയുടെ ഇലയും കൂടി ചേർത്ത് കറി വെച്ചു. കറിക്ക് കഠിനമായ കയ്പ് അനുഭവപ്പെട്ടപ്പോൾ മകൻ എന്തുകൊണ്ടാണ് ഇതിന് കഠിനമായ കയ്പെന്ന് ചോദിച്ചു. അമ്മ ഇപ്രകാരം മറുപടി പറഞ്ഞു: മകനെ, കട്ട മുതൽ കൈക്കും അധ്വാനിക്കാതെ നേടുന്ന ഒന്നിനും ഈ ലോകത്ത് മധുരമുണ്ടാകില്ല. ആ കയ്പിന്റെ പാഠം അവൻ്റെ ഉള്ളിൽ ആഴത്തിൽ തറച്ചു. വർഷങ്ങൾ കടന്നുപോയി. സത്യസന്ധതയുടെ പാഠം ഉൾക്കൊണ്ട 2ാമത്തെ കുട്ടി കഠിനാധ്വാനം ചെയ്ത് ആ നാട്ടിലെ ഒരു ന്യായാധിപനായി മാറി. എന്നാൽ കുഞ്ഞുനാളിലെ തെറ്റുതിരുത്താൻ അവസരം ലഭിക്കാത്ത ഒന്നാമൻ വലിയൊരു കള്ളനായി മാറുകയും ഒരു മോഷണ ശ്രമത്തിനിടയിൽ ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായി സ്വന്തം സുഹൃത്തിന്റെ കോടതിയിൽ എത്തുകയും ചെയ്തു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജി തന്റെ പഴയ സുഹൃത്തിന് വധശിക്ഷ വിധിച്ചു. ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് അവസാനം ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്റെ അമ്മയോട് ഒരു രഹസ്യം പറയണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. അമ്മ അടുത്തെത്തിയപ്പോൾ അവൻ ക്ഷോഭത്തോടെ അവരുടെ ചെവി കടിച്ചെടുത്തു. വേദന കൊണ്ട് പൊളഞ്ഞ അമ്മയോട് അവൻ വിങ്ങലോടെ പറഞ്ഞു: അന്ന് ഞാൻ ആദ്യമായി ആ പടവലങ്ങ മോഷ്ടിച്ചു കൊണ്ടുവന്നപ്പോൾ എന്നെ ഒന്ന് തിരുത്തിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തേണ്ടിയും വരില്ലായിരുന്നു. ഒരാളുടെ ജീവിതത്തിലെ തകർച്ചയിലും ഉയർച്ചയിലും മാതാപിതാക്കളുടെ പരിചരണവും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും എത്രമാത്രം പ്രധാനമാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന സദൃശ്യവാക്യങ്ങൾ 22:6 ഓർമ്മപ്പെടുത്തുന്നു. ചെടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവയുടെ വളവുകൾ നിവർത്തേണ്ടിയിരിക്കുന്നു. ഒരു മരമായതിനു ശേഷം വളവ് നിവർത്താൻ നോക്കിയാൽ അത് അസാധ്യമാണ്. കുട്ടികളെ സ്നേഹിക്കുക എന്നത് അവരുടെ എല്ലാ തെറ്റുകളും മൂടിവെക്കലല്ല, മറിച്ച് അവരുടെ തെറ്റുകൾ തിരുത്തി ശരിയായ വഴി കാണിച്ചു കൊടുക്കലാണ്. ശിക്ഷയല്ല, ശരിയായ ബോധവൽക്കരണമാണ് ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ നിത്യമായ മാറ്റം സൃഷ്ടിക്കുന്നത്. നല്ല പരിപാലനത്തിലൂടെ സമൂഹത്തിന് നന്മ പകരുന്ന യുവതലമുറയെ വാർത്തെടുക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.